അങ്ങനെ ബിഗ് ബോസിൻ്റെ പുതിയ പ്രമോ വന്നിരിക്കുകയാണ്. ഇന്നത്തെ ടാസ്കിൻ്റെ സീനാണ് പ്രമോയിൽ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ അക്ബറിൻ്റെ പാവകളെ ആരോ മോഷ്ടിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെയർ ബെൽറ്റിലൂടെ പാവകളെ ബിഗ് ബോസ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അവിടെയുള്ള ആൾക്കാർ പാവകളെ കളക്ട് ചെയ്യുക എന്നതാണ് ടാസ്ക്. അപ്പം അക്ബറിന് 10 പാവകളെയാണ് കിട്ടിയിരിക്കുന്നത്. ആ 10 പാവകളെയും ആരോ മോഷ്ടിച്ചിരിക്കുകയാണ്. ഇവിടെ ഓൾറെഡി എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മോഷണമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും അക്ബറിൻ്റെ പാവകളെ ആരോ മോഷ്ടിച്ചിട്ടുണ്ട്. അപ്പം അക്ബർ അത് ഫുള്ള് തപ്പി നടപ്പാണ്. ലക്ഷ്മി അവിടെ ഇരിപ്പുണ്ട്, നെവിൻ അവിടെ ഇരിപ്പുണ്ട്. നെവിൻ ചോദിക്കുന്നുണ്ട് ഇവറ്റകൾക്കൊക്കെ കളിച്ച് ജയിച്ചുകൂടെ എന്നൊക്കെ. പക്ഷേ നെവിൻ അങ്ങനെയാണോ? കളിച്ച് മാത്രമാണോ ഇവിടെ കാണിക്കുന്നത്? നെവിന് കുറച്ച് കള്ളക്കളികളൊക്കെ ഇല്ലേ ഇവിടെ? അപ്പം അക്ബർ പുറത്തിറങ്ങിയിട്ട് ആദിലയുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നൂറ് ചോദിക്കുന്നുണ്ട് ഇക്ക കണ്ടോ ഞങ്ങൾ എടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അനുമോൾ അവിടെ മിണ്ടാതിരിക്കുന്നുണ്ട്. അക്ബർ പുറത്ത് വന്നിരുന്ന് കരയുകയാണ്. ഇന്നലെ അനീഷിൻ്റെ ബോള് നഷ്ടപ്പെട്ട സമയത്ത് അവിടെ നിന്ന് കരഞ്ഞപ്പോൾ വിഷമിച്ചപ്പോൾ അത് വെറും ഷോ അല്ലേ, അല്ലെങ്കിൽ ഒരു ടാസ്ക് അല്ലേ, ഗെയിം അല്ലേ, എന്തിനാണ് ഇത്ര ഷോ കാണിക്കുന്നത് എന്നൊക്കെ, അല്ലെങ്കിൽ ഒരു കരച്ചിൽ ഡ്രാമ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അതേ അക്ബർ തന്നെയാണ് ഈ പാവമോഷണത്തിൻ്റെ പേരിൽ ഇന്ന് പോയി പുറത്തിരുന്ന് ആര്യൻ്റെ ഒപ്പം ഇരുന്ന് കരയുന്നത്. അപ്പം ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും വരാവുന്ന കാര്യമാണല്ലേ. നമുക്ക് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത് അച്ചീവ് ചെയ്തൊരു സാധനം പോകുമ്പോൾ ആർക്ക് വേണമെങ്കിലും വിഷമം വരാം. ടാസ്ക് ലെറ്ററിൻ്റെ ലൂപ്പ് ഹോളിൽ ഓൾറെഡി ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി വേണമെങ്കിൽ കട്ടെടുക്കാം, അല്ലെങ്കിൽ ഗെയിം ചേഞ്ച് ചെയ്യാനൊരു അവസരം. അപ്പം കട്ടെടുത്ത് ചെയ്യാം എന്നുള്ളത് ഒരു മോശമായിട്ട് ഇതിനകത്ത് കാണുന്നില്ല. അവരവരുടെ പാവയെ അവരൊരു സൂക്ഷിക്കണമായിരുന്നു. അക്ബർ അത് ചെയ്തില്ല. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, മറ്റുള്ളവർ കരയുന്നതെല്ലാം കരച്ചിൽ, ഡ്രാമ, അവർക്ക് വിഷമം വന്നാൽ നീ എന്തുകൊണ്ട് ചെയ്തില്ല, നീ എന്തുകൊണ്ട് സൂക്ഷിച്ചില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ അവസരം വരുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുക എന്നുള്ളൊരു സംഭവം, ഒരു കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പം ആരാണ് മോഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമല്ല. ആരാണെങ്കിലും അവരുടെ ഗെയിം, എനിക്ക് ഫ്രണ്ടിലിരിക്കുന്ന ആരിനെ പോലും ഡൗട്ടുണ്ട്, ആരാണെങ്കിലും അവരുടെ ഗെയിം കളിച്ചിട്ടുണ്ട്. പക്ഷെ അക്ബർ ഇങ്ങനെ ഇരുന്ന് കരയുമ്പം അത് ഇന്നലെ കരഞ്ഞതും അതിന് മുന്നേ കരഞ്ഞ ആൾക്കാരും ഡ്രാമയാണെന്നൊരിക്കലും പറയാൻ പാടില്ല. അപ്പം നെവിൻ പറയുന്നതും അന്തസ്സായിട്ട് ജയിക്കുക. ഈ നെവിൻ അന്തസ്സായിട്ട് കളിച്ചിട്ടല്ല ജയിക്കുന്നത്. ഇവിടെ പല കള്ളത്തരങ്ങളും കാണിച്ച് മറ്റുള്ളവരെ ജയിപ്പിക്കും, വേറൊരാളെ തോൽപ്പിക്കാൻ വേണ്ടി. അപ്പം സ്വന്തമായിട്ടൊരു അവസരം വരുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ അവരവർക്കത് ഫേവറബിളായിട്ട് അവർ ചിന്തിക്കുന്നത്. വേറൊരാൾക്ക് വരുന്ന സമയത്ത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാറില്ല. അപ്പം എന്താണ് ഇതിനകത്ത് കറക്റ്റ് നടന്ന കാര്യം, ആരാണിത് കട്ടെടുത്തത് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇതിൻ്റെ ലൈവിലോ എപ്പിസോഡിലോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.